നാളത്തേനെന്താക്കും എന്ന് ചിന്തിച്ച് കിടക്കുന്ന വീട്ടമ്മമാരായിരിക്കുമല്ലേ പലരും. ആ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ ഞാനും. രാവിലത്തെ പടപ്പുറപ്പാട് പിന്നെ പറയണ്ടല്ലോ. ആ ധൃതിയിൽ അടുക്കളയിലോട്ട് വന്നപ്പോഴും നമ്മുടെ ചാർലി ഉണർന്ന് പുറകെ നടക്കുകയാണ്. പിന്നെ അവന് പാല് കാച്ചി കൊടുത്ത ശേഷം നേരെ ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി കയറി. അപ്പോഴാണ് ഓർത്തത് ചാച്ചന് മുക്കുറ്റി വെള്ളം ഇടണമല്ലോ എന്ന്. മുക്കുറ്റി വെള്ളം ഷുഗറിന് നല്ലതാണ്, അതുകൊണ്ട് ചാച്ചനിപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കാറുണ്ട്. പിന്നെ ബാക്കി എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം വെച്ചു. പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് കയറി. ഞാനും ഈ ദോശയും സെറ്റാവില്ല കേട്ടോ. ഒന്നിൽ ഷേപ്പ് പോവും, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, ആകെ മൊത്തം കുളമാവാറുണ്ട്. ഇന്ന് എന്തായെങ്കിലും റെഡിയായിട്ട് കിട്ടി. അപ്പോഴേക്കും ആദ്യക്കുട്ടനോടൊന്ന് വന്നു. പിന്നെ എല്ലാവർക്കും ഉള്ള ചായയാക്കി. ദോശയുടെ കൂടെ സാമ്പാറുണ്ടെങ്കിലും ചമ്മന്തിയും കൂടെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളവരാണ് കേട്ടോ വീട്ടിലുള്ളവരും. അങ്ങനെ ചമ്മന്തിയും കൂടി ഉണ്ടാക്കി. പിന്നെന്താ, പിന്നെ അവനെ വിട്ട ശേഷം ആദ്യക്കുട്ടനെ വിട്ട ശേഷം ഹനുമോനുമായിട്ട് ചെറിയ കൊഞ്ചലും കുഴയിലും ഒക്കെ ആയിരുന്നു കേട്ടോ. എങ്കിലേ പുള്ളിയെ ഒരുക്കിയെടുക്കാനൊക്കെ ഉള്ളൂ. അക്ഷരം പഠിപ്പിക്കാൻ വേണം കേട്ടോ. അക്ഷരം പഠിപ്പിക്കാനാണ് വേണ്ട, അംഗനവാടി വിടുന്നില്ല. പോകുന്ന വഴിക്ക് പത്മജമ്മയുടെ വീട്ടിൽ കയറി കുറച്ച് മുരിങ്ങയിലയും കൂടി കൊടുത്തു. അപ്പോൾ എന്താ, ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.